വെൽക്കം ടു ഓൾ. നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ പ്രോബ്ലംസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് എങ്ങനെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാന്നാണ്. ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ്. ഏർണിംഗ് ബിഫോർ ടാക്സ് എങ്ങനെ കിട്ടാന്ന് വെച്ചാൽ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് മൈനസ് ഇൻട്രസ്റ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ ഏർണിംഗ് ബിഫോർ ടാക്സ്. ഇൻട്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ് കേട്ടോ. അപ്പൊ ഫിനാൻഷ്യൽ ലിവറേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് ജസ്റ്റ് ഒരു പ്രോബ്ലം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്, ഫേമിന് കിട്ടിയ പ്രോഫിറ്റ് ബിഫോർ പ്രൊവൈഡിങ് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോർമുല എന്താ? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ്. ഇവിടെ ഇൻട്രസ്റ്റ് 20,000 തന്നിട്ടുണ്ട്. സെയിൽസ് 1000 യൂണിറ്റ്സിന്റെ ആണ് 2 lakh. വാരിയബിൾ കോസ്റ്റ് 1 lakh. ഫിക്സഡ് കോസ്റ്റ് 60,000 തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എന്താണ്? ഫിനാൻഷ്യൽ ലിവറേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ് ആണ് ഇൻറ്റു 100. ഇൻറ്റു 100 അപ്പൊ ഏർണിംഗ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞ എന്താണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. അതായത് നമുക്ക് അതിന് വേറൊരു പേരും കൂടിയും പറയാം. എന്താണ്? പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സെയിൽസും വാരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ഇൻട്രസ്റ്റും ആണ്. ഇങ്ങനെ തന്നാൽ നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് കാണുക? കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ വി വിൽ ഗെറ്റ് ദ പ്രോഫിറ്റ്. ഇങ്ങനെ സെയിൽസും വാരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ആണ് ഇൻഫോർമേഷനിൽ തന്നിരിക്കുന്നതെങ്കിൽ സെയിൽസിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് കുറച്ചാൽ വി വിൽ ഗെറ്റ് ദ കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ വി വിൽ ഗെറ്റ് ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. സോ നമുക്ക് നോക്കാം. സെയിൽസ് എത്രയാണ്? 2 lakh മൈനസ് വാരിയബിൾ കോസ്റ്റ് എത്രയാണ്? 1 lakh. അപ്പൊ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 1 lakh. ഇപ്പൊ കോൺട്രിബ്യൂഷൻ കിട്ടി. കോൺട്രിബ്യൂഷൻ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ വി വിൽ ഗെറ്റ് ദ പ്രോഫിറ്റ്. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 60,000. അപ്പൊ 1 lakh മൈനസ് 60,000. അപ്പൊ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണ്? 40,000. അപ്പൊ അതാണ് എന്ത്? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് വി വിൽ ഗെറ്റ് ദ കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ദെൻ നമുക്ക് ഫോർമുലയിൽ വേണ്ടതാണ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ EBT ആണ്. ഏർണിംഗ് ബിഫോർ ടാക്സ്. ഏർണിംഗ് ബിഫോർ ടാക്സ് കിട്ടാൻ എന്ത് ചെയ്യാം? ജസ്റ്റ് ആ ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ EBITയിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ EBT. ഇൻട്രസ്റ്റ് എത്രയാണ്? 20,000. അപ്പോ EBIT 40,000 ലെസ് ഇൻട്രസ്റ്റ് എത്രയാണ്? 20,000. അപ്പോൾ ഇത് 40,000 മൈനസ് 20,000 ചെയ്ത് എത്രയാണ്? 20,000. അതാണ് എന്ത്? പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അപ്പൊ വി വിൽ ഹാവ് EBIT ആൻഡ് EBT. ഫിനാൻഷ്യൽ ലിവറേജ് എങ്ങനെയാണ്? EBIT ഡിവൈഡഡ് ബൈ EBT. EBIT എത്രയാണ്? 40,000 ഡിവൈഡഡ് ബൈ EBT എത്രയാണ്? 20,000. സോ 40,000 ഡിവൈഡ് ബൈ 20,000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. അതായത് ഫിനാൻഷ്യൽ ലിവറേജ് 2 എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ EBIT ഈസ് ട്വൈസ് ഇൻ റിലേഷൻ ടു EBT എന്നാണ് അർത്ഥം. ബിക്കോസ് ഓഫ് ഫിക്സഡ് ഫിനാൻഷ്യൽ കോസ്റ്റ്. ഇനി ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് കാണാം. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എബിലിറ്റി ഓഫ് ദ ഫേം ടു എൻഹാൻസ് EPS വിത്ത് ചേഞ്ച് ഇൻ EBIT ആണ്. EBITയിൽ ഉണ്ടാകുന്ന ചെറിയ ചേഞ്ച് അതിന്റെ ഇരട്ടി EPS ആക്കുക, എൻഹാൻസ് ചെയ്യാനുള്ള ഫേമിന്റെ കഴിവാണ് എന്ത്? ഫിനാൻഷ്യൽ ലിവറേജ്. അപ്പൊ ഫിനാൻഷ്യൽ ലിവറേജിന്റെ ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ EBIT. EBITയിൽ ഇത്ര പെർസെന്റേജ് ചേഞ്ച് ഉണ്ടായപ്പോ എത്ര പെർസെന്റേജ് ചേഞ്ച് ആണ് EPSൽ ഉണ്ടായിരുന്നത്? പെർസെന്റേജ് ഓഫ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ഓഫ് ചേഞ്ച് ഇൻ EBIT ആണ്. അപ്പൊ അത് ക്ലിയർ ആയി. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് നമ്മൾ പറഞ്ഞു. ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. നമ്മൾ നേരെ പഠിച്ചു. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. അതായത് EBIT കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ ഏർണിംഗ് ബിഫോർ
ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. പക്ഷെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിലിൽ ഉണ്ടാകുന്ന ചേഞ്ച് EBIT എത്രത്തോളം എഫക്ട് വരുത്തിയെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചേഞ്ച് ഇൻ സെയിൽ ആൻഡ് EBIT. സോ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ സെയിൽസ് ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ സെയിൽസ് ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ജസ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. എ ഫേം സെൽസ് 80,000 യൂണിറ്റ് ഓഫ് എ പ്രൊഡക്റ്റ്. The selling price per unit is 8 and the variable cost per unit is 2. Fixed cost for the year amount to 3,30,000. Calculate operating leverage and degree of operating leverage. If it sells at 96,000 unit, if it sells at 64,000 unit. ഇതിനകത്ത് സെല്ല് ചെയ്യുന്ന യൂണിറ്റിന്റെ എണ്ണം പറഞ്ഞിട്ടുണ്ട് 80,000. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് 8. സോ വി ക്യാൻ ഐഡന്റിഫൈ ദ വാല്യൂ ഓഫ് സെയിൽസ്. സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു യൂണിറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ സെയിൽസ് വാല്യൂ. വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട് 2 രൂപ. സോ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതാണ് യൂണിറ്റ്സ് ഇൻറ്റു വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ചെയ്താൽ മതി. പിന്നെ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. രണ്ട് സിറ്റുവേഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 96,000 സെല്ലിങ് നടക്കുമ്പോൾ 64,000 യൂണിറ്റ് സെല്ലിങ് നടക്കുമ്പോൾ. അപ്പൊ നമുക്ക് 80,000 യൂണിറ്റിന്റെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? നമ്മളുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാനുള്ള ഫോർമുല എന്താ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. കോൺട്രിബ്യൂഷൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. അപ്പൊ ഈ പ്രോബ്ലത്തിൽ നമുക്ക് 3 യൂണിറ്റിന്റെ ചെയ്യണം. 80,000 യൂണിറ്റിന്റെ തന്നത്, പിന്നെ 96,000ലും 64,000ലും. അപ്പോ സെയിൽസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെല്ലിംഗ് എത്രയാണ്? 80,000 ഇൻറ്റു 8. ഒരു സെയിൽസിന്റെ യൂണിറ്റിന്റെ വാല്യൂ 8 രൂപയാണ്. അപ്പൊ 80,000 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 8 എത്രയാണ്? 6,40,000 ആണ് സെയിൽസ്. ഇനി 96,000 യൂണിറ്റ് ആണെങ്കിലോ 96,000 ഇൻറ്റു 8, 96,000 യൂണിറ്റ് സെയിൽ ചെയ്യണല്ലോ. അപ്പൊ 7,68,000. ഇനി 64,000 യൂണിറ്റ് ആണ് സെയിൽ ചെയ്യണമെങ്കിലോ 64,000 ഇൻറ്റു 8, 5,12,000. അപ്പൊ വി വിൽ ഗെറ്റ് ദ സെയിൽസ് വാല്യൂ. ഇനി നമുക്ക് എന്താ വേണ്ടത്? വാരിയബിൾ കോസ്റ്റ് ആണ്. വാരിയബിൾ കോസ്റ്റ് എത്രയാണ്? ഒരു യൂണിറ്റിന്റെ വാരിയബിൾ കോസ്റ്റ് എത്രയാണ്? 2 രൂപയാണ് ഒരു യൂണിറ്റിന് വരുന്ന വാരിയബിൾ കോസ്റ്റ്. അപ്പൊ 80,000 യൂണിറ്റ് സെല് ചെയ്യുമ്പോൾ എത്ര വാരിയബിൾ കോസ്റ്റ് വരും? 80,000 ഇൻറ്റു 2 എത്രയാണ്? 1,60,000. 96,000 യൂണിറ്റ് സെല് ചെയ്യുമ്പോൾ എത്ര വരും? അപ്പൊ എത്രയാണ്? 96,000 യൂണിറ്റ് ആണ്. ഒരെണ്ണത്തിന് 2 രൂപ. 96,000 ഇൻറ്റു 2, അപ്പൊ 1,92,000. ഇനി 64,000 യൂണിറ്റ് സെല് ചെയ്യുമ്പോൾ എന്ത് വരും? 64,000 ഇൻറ്റു 2, അപ്പൊ 1,28,000. വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വിച്ച് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ സെയിൽ ആണ്. അപ്പൊ അത് റെസ്പെക്റ്റീവ് എമൗണ്ട് ഓഫ് യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പെർ യൂണിറ്റ് വാരിയബിൾ കോസ്റ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ്. അപ്പൊ നമുക്ക് കോൺട്രിബ്യൂഷൻ എത്ര കിട്ടി? 6,40,000 മൈനസ് 1,60,000, 4,80,000. ഇവിടെയോ 7,68,000 മൈനസ് 1,92,000, 5,76,000. 5,12,000 മൈനസ് 1,28,000, 3,84,000. ഇനി കോൺട്രിബ്യൂഷൻ കിട്ടി. വി വാണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കണം. ഫിക്സഡ് കോസ്റ്റ് എന്താണ്? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് വിച്ച് ഈസ് ഫിക്സഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്. അപ്പൊ എല്ലാത്തിനും ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. എത്ര തന്നിരിക്കുന്നത്? 3,30,000. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് 3,30,000, 3,30,000, 3,30,000. ഇനി 4,00,000. അപ്പൊ കോൺട്രിബ്യൂഷൻ എങ്ങനെ? പ്രോഫിറ്റ് എങ്ങനെ കാണുക? കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. അപ്പൊ ഇവിടെ എത്രയാണ്? EBIT 80,000 യൂണിറ്റിന്റെ കേസിൽ 4,80,000 മൈനസ് 3,30,000, 1,50,000. ഇവിടെ 5,76,000 മൈനസ് 3,30,000, 2,46,000. 3,84,000 മൈനസ് 3,30,000, 54,000. അപ്പൊ വി വിൽ ഗെറ്റ് ദ EBIT. ഇനി നമ്മുടെ ഫോർമുല എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT ആണ് എന്ത്? നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഇവിടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 4,80,000 ഡിവൈഡഡ് ബൈ EBIT എത്ര കിട്ടിയത്? 1,50,000.
ഇവിടെ ആകുമ്പോഴോ കോൺട്രിബ്യൂഷൻ 5,76,000 ഡിവൈഡ് ബൈ 2,46,000. ഇവിടെ ആണെങ്കിലോ 3,84,000 ഡിവൈഡഡ് ബൈ 54,000. സോ ഓപ്പറേറ്റിംഗ് ലിവറേജ് എത്ര കിട്ടി? ഇവിടെ 3.2. സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ 2.34, ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ 7.1 ആണ്. നമ്മളോട് എന്തുകൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതായത് പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ സെയിൽസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ EBIT ഉണ്ടാവുന്ന, അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ EBIT എത്രയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 80,000 യൂണിറ്റ് ആകുമ്പോൾ 1,50,000 ആണ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. 96,000 ആകുമ്പോഴോ 2,46,000. അപ്പോൾ 2,46,000 മൈനസ് 1,50,000. അപ്പൊ 96,000 രൂപയുടെ ഡിഫറൻസ് ആണ് എന്താണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്, EBIT ഉണ്ടായിരിക്കുന്നത് അല്ലെ. 2,46,000 മൈനസ് 1,50,000. അപ്പൊ ചേഞ്ച് ഇൻ EBIT എത്രയെന്ന് കണ്ടുപിടിക്കുക. അതിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഏതിൽ നിന്നുള്ള ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അതേ ഇൻറ്റു 100. ഇവിടെ 1,50,000 നിന്നാണ് 2,46,000 ആയത്. അപ്പൊ ഡിഫറൻസ് എത്രയാണ്? 96,000 ഡിവൈഡഡ് ബൈ ഏതാണ് ബേസ്? 1,50,000 ഇൻറ്റു 100. അപ്പൊ എത്രയാണ്? 64% ആണ് EBIT കൂടിയിരിക്കുന്നത്. ഇവിടെയോ 2,46,000 ആണ് ഉണ്ടായിരുന്നത്. 96,000 യൂണിറ്റ് വിറ്റപ്പോ അത് എത്രയായി? 54,000 ആയി. അപ്പൊ അതിന്റെ ഡിഫറൻസ് എത്രയാണ്? 96,000 തന്നെയാണ്, പക്ഷെ കുറവാണ്. -96,000 ഡിവൈഡഡ് ബൈ 2,46,000 നിന്നാണ് 54,000. അപ്പൊ സോറി ട്ടാ, ഇതൊന്നല്ല കേട്ടോ, നമുക്ക് 1,40,000 2,40,000. അപ്പൊ നമ്മൾ എന്താണ് വരിക? 2,46,000 മൈനസ് 54,000 എത്ര വരിക? നമുക്ക് ആദ്യം ഒരെണ്ണത്തിന്റെ ചെയ്യാം കേട്ടോ. ആദ്യം നമുക്ക് ഇത് തമ്മിലുള്ളത് ആദ്യം കണ്ടുപിടിക്കാം. 1,50,000 2,46,000 ഡിഫറൻസ് എത്രയാണ്? 96,000 ഡിവൈഡഡ് ബൈ എത്രയാണ്? 1,50,000 എത്രയാണ് വരിക? 64% കൂടിയിരിക്കുന്നത്. അപ്പൊ അതാണ് ചേഞ്ച് ഇൻ EBIT കിട്ടി. ഇനി ചേഞ്ച് ഇൻ സെയിൽസോ? 80,000 ആയിരുന്നു 1,50,000 EBIT കിട്ടുമ്പോഴുള്ള സെയില് അല്ലെ. അത് നമ്മൾ എത്ര കൂട്ടിയപ്പോഴാണ് കിട്ടിയത്? 96,000 ആക്കി അല്ലെ. 80,000 ഉണ്ടായിരുന്നത് 96,000 ആക്കി. അപ്പൊ സെയിൽസ് വാല്യൂ എത്രയാ വന്നിരിക്കുന്നത്? 6,40,000 7,68,000. അപ്പൊ സെയിൽസ് വാല്യൂല് എത്ര ചേഞ്ച് ഉണ്ട്? 7,68,000 മൈനസ് 6,40,000. 7,68,000 മൈനസ് 6,40,000 എത്ര കിട്ടുക? 1,28,000 രൂപയാണ് സെയിൽസ് വാല്യൂല് മാറിയിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ ഏതാണ് ബേസ്? 6,40,000 നിന്നാണ് 7,68,000 ആയത്. അപ്പോ 1,28,000 ഡിവൈഡ് ബൈ 6,40,000 ഇൻറ്റു 100. അപ്പൊ എത്രയാണ്? 20% സെയിൽസ് കൂടിയപ്പോഴാണ് 64% EBIT കൂടിയിരിക്കണം അല്ലെ. 80,000 യൂണിറ്റ് സെല് ചെയ്തോട്ട് നമ്മൾ 96,000 യൂണിറ്റ് ആക്കി. അപ്പൊ ഉണ്ടാകുന്ന ഡിഗ്രി ഓഫ് ഓപ്പറേറ്റ് ലിവറേജ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്താണ്? 80,000 96,000 ആയിപ്പോ എന്തായി? 6,40,000 7,68,000 ആയി. അപ്പൊ സെയിൽസ് വാല്യൂല് എത്ര വന്നു? 1,28,000 രൂപയുടെ ചേഞ്ച് വന്നു. അപ്പൊ അതിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ബേസ് ചെയ്യുന്നത് ഇൻറ്റു 100. അപ്പൊ 1,28,000 ഡിവൈഡ് ബൈ 6,40,000 ഇൻറ്റു 100. അപ്പൊ 20% സെയിൽസ് വാല്യൂല് ചേഞ്ച് വന്നു. EBITയിലോ 96,000 ആയിരുന്നു, 6,40,000 ആയിരുന്നപ്പോ 7,68,000 ആയിരുന്നപ്പോ എത്രയും? സോറി, 96,000 അല്ല കേട്ടോ, 1,50,000 ആയിരുന്നു നമ്മുടെ 6,40,000 രൂപ സെയിൽസ് വാല്യൂ ഉള്ളപ്പോൾ 7,68,000 ആയിരുന്നപ്പോ എത്ര? 2,46,000. അതായത് 96,000 രൂപ EBIT കൂടി. അതിന്റെ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് എത്ര? 64. ഇനി ഡിഗ്രി ഓഫ് ഓപ്പറേറ്റ് ലിവറേജ് എങ്ങനെ കണ്ടുപിടിക്കുക? പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ സെയിൽസ്. പെർസെൻറ്റേജ് ഓഫ് EBIT എത്ര? 64% ഡിവൈഡ് ബൈ EBITയോ 20%. അപ്പൊ ഓപ്പറേറ്റ് ലിവറേജ് എത്രയാണ്? 3.2. 64 ഡിവൈഡഡ് ബൈ 20% ആവുമ്പോ എത്രയാണ് വരിക? 3.2. ഇനി അടുത്തത്, ഇനി നമ്മൾ 80,000 ഉണ്ടായിരുന്നത് എത്രയ്ക്ക്?
80,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് നമ്മൾ എത്രയാക്കി 96,000 നമ്മൾ ചെയ്തു. പിന്നെ എത്രയാക്കി 64,000 യൂണിറ്റ് ആക്കി, കുറച്ചു. അപ്പൊ 6,40,000 ഉണ്ടായിരുന്നോടത്ത് സെയിൽസ് വാല്യൂ എത്രയായി 5,12,000 ആയി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റോ 1,50,000 ഉണ്ടായിരുന്നത് 54,000 ആയി. അപ്പൊ പെർസെന്റേജ് ഓഫ് ചേഞ്ച് ഇൻ EBIT എത്രയാണ് 1,50,000 മൈനസ് 54,000 മൈനസ് 1,50,000 കുറയാണ് ചെയ്തത്. അതായത് -96,000 ഡിവൈഡഡ് ബൈ ബേസ് 1,50,000 ഇൻറ്റു 100 എത്രയാണ് -64% കുറഞ്ഞു. എന്താണ് ഔട്ട്പുട്ട് കുറഞ്ഞപ്പോ 80,000 എന്നുള്ളത് 64,000 ആക്കി. ഇപ്പൊ EBIT എത്ര കുറഞ്ഞു 96,000 രൂപ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞു. പെർസെന്റേജ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക 96,000 ഡിവൈഡ് ബൈ 1,50,000 ഇൻറ്റു 100 -64%. പിന്നെ 6,40,000 ഉണ്ടായിരുന്ന സെയിൽസ് എത്രയായിട്ട് കുറഞ്ഞു 6,400 എണ്ണം 64,000 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 5,12,000 ആയി. അപ്പൊ 6,40,000 മൈനസ് 5,12,000 1,28,000 രൂപയുടെ സെയിൽസ് കുറഞ്ഞു. ഇത്ര ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഡിഫറൻസ് 1,28,000 നെഗറ്റീവ് ആണ്, കുറയാണ് ചെയ്തത് ബൈ 6,40,000 ഇൻറ്റു 100. അപ്പൊ നെഗറ്റീവ് ആണ്, കുറയല്ലേ ചെയ്തേക്കണം, അതുകൊണ്ടാണ് നെഗറ്റീവ്. അപ്പൊ 64/20 ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് പറഞ്ഞ ചേഞ്ച് ഇൻ EBIT ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് 64% ഡിവൈഡഡ് ബൈ 20. അപ്പൊ എത്രയാണ് 3.2 ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്, നമ്മള് 20% സെയിൽസ് കൂടിയപ്പോ പ്രോഫിറ്റ് എത്ര ശതമാനം കൂടി 64% കൂടി. അതാണ് ഓപ്പറേറ്റിംഗ് എബിലിറ്റി ഓഫ് ദ ഫേം ടു യൂസ് ഫിക്സഡ് കോസ്റ്റ് ടു എൻഹാൻസ് ഇറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വിത്ത് സ്മോൾ ചേഞ്ച് ഇൻ സെയിൽ. ഇനി അതേപോലെ തന്നെയാണ് ഡബിൾ എഡ്ജഡ് എഫക്റ്റ് ആണ്. 20% സെയിൽസ് കുറഞ്ഞപ്പോ എത്ര ശതമാനം പ്രോഫിറ്റ് കുറഞ്ഞു 64% പ്രോഫിറ്റ് കുറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ പ്രോബ്ലം ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.